Hi everyone, this is Annapurni and welcome to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളിൽ വായനാശീലം എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. ഒരു 12 ടിപ്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം. So let's get started. Tip number 1, start reading to your kid as early as possible. എത്ര ചെറുപ്പത്തിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാമോ അത്ര ചെറുപ്പത്തിൽ തന്നെ വായിച്ചു കൊടുക്കാൻ നോക്കുക. അതായത് കുഞ്ഞ് ജനിച്ച അടുത്ത ദിവസം തന്നെ തുടങ്ങാമെന്ന അർത്ഥം. കുഞ്ഞിന് വിഷനൊക്കെ ഒന്ന് ശരിയായി വരാൻ ഒരു 5-6 മാസം എടുക്കുമെങ്കിലും നിങ്ങളുടെ ശബ്ദവും വായനയുമാണ് കുഞ്ഞ് ആ സമയത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ ബേബി ആയിരിക്കുമ്പോൾ വായിച്ചില്ലെങ്കിൽ ശീലമാവില്ല എന്നല്ല, എത്രത്തോളം നേരത്തെ വായിക്കാമോ അത്രത്തോളം നേരത്തെ കുട്ടിക്ക് റീഡിങ് ഹാബിറ്റ് കിട്ടും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ കുഞ്ഞ് ബേബിയാണ് എന്ന് വിചാരിച്ച് വായിച്ചു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ വേഗം തന്നെ പോയി വായിച്ചു കൊടുത്ത് തുടങ്ങുക. ടിപ്പ് നമ്പർ 2, don't stop reading if the kid has to read the same book multiple times. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഒരു 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾ മിക്കവാറും ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് നമ്മളോട് കുറേ പ്രാവശ്യം വായിച്ചു തരാനായിട്ട് പറയും. നമ്മളും മിക്കവാറും കുറേ പ്രാവശ്യം വായിച്ച് മടുത്തിട്ടുണ്ടാവും. എന്നാലും ആ ഒരു മടുപ്പ് അവരുടെ മുന്നിൽ കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ ആ ബുക്ക് വായിച്ചു കൊടുക്കാതെ ഇരിക്കരുത്. അവർക്ക് മിക്കവാറും ആ ബുക്കിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, കളർ അല്ലെങ്കിൽ ഒരു റിതം എന്തെങ്കിലുമായിട്ട് ഭയങ്കര കണക്ഷൻ കിട്ടിക്കാണും. അതുകൊണ്ടാണ് അവർ നമ്മളോട് വീണ്ടും വായിച്ചു തരാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ വീണ്ടും കേട്ട് ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉള്ളിൽ വരുത്താൻ ട്രൈ ചെയ്യുന്നതാണ് അവർ. അങ്ങനെ അവർ ബുക്സുമായിട്ടൊക്കെ കണക്റ്റ് ആയിക്കോളും. ടിപ്പ് നമ്പർ 3, റൊട്ടേറ്റ് ദ ബുക്സ്. ഈ ടിപ്പ് നേരത്തെ പറഞ്ഞ ടിപ്പുമായിട്ട് ലിങ്ക്ഡ് ആണ്. കുട്ടികൾക്ക് എപ്പോഴും കുറച്ച് ബുക്സ് ഫേവറേറ്റ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ ബുക്സ് നമ്മളാണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അവരുടെ മൈൻഡിലെ ബുക്ക് ലിസ്റ്റ് ഇടയ്ക്കൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പുതിയ കണ്ടന്റും ബുക്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തുടങ്ങിക്കോളും. ടിപ്പ് നമ്പർ 4, ഓൾവേസ് കീപ് ബുക്സ് ആക്സസിബിൾ ടു യുവർ കിഡ്സ്. ആക്സസിബിലിറ്റി, അതാണ് കീ. എപ്പോഴും ബുക്കുകൾ കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് വയ്ക്കാൻ ശ്രമിക്കുക. കയ്യെത്തും ദൂരത്ത് മാത്രമല്ല, കണ്ണെത്തും ദൂരത്ത് കൂടി വയ്ക്കുക. അതായത് കുട്ടികൾ ഒരു ദിവസം കൂടുതൽ ഇടപഴകുന്ന സ്ഥലങ്ങളിലൊക്കെ ബുക്സ് വയ്ക്കുക. ഇപ്പോൾ ലിവിങ് റൂമിലാണെങ്കിൽ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ബുക്ക് ഷെൽഫിൽ ബുക്സ് വയ്ക്കുക. അതും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ചെയ്യാറുള്ള ഒരു ട്രിക്കാണ്, ഞങ്ങൾ ലൈബ്രറിയിൽ പോയി വന്ന് കുറേ ബുക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ലിവിങ് റൂമിൽ ഒരു മാറ്റ് വിരിച്ച് അത് ഫുള്ള് പരത്തി വയ്ക്കും. ഒരു സ്ഥലമുടക്ക് പണിയാണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അവർ അവിടെ ഇരുന്ന് എല്ലാ ബുക്സും വായിക്കും. അങ്ങനെ കുട്ടികളുടെ കണ്ണിൽ ബുക്സ് കാണുന്ന പോലെയൊക്കെ വെച്ച് അവർക്ക് ബുക്കിനോടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ടിപ്പ് നമ്പർ 5, ഗിവ് ബുക്ക് ടു യുവർ കിഡ്സ് കൺസിഡറിങ് ദെയർ ഏജ് ആൻഡ് ഇൻട്രസ്റ്റ്. ഒരു ബുക്ക് നമ്മൾ കുട്ടിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ പ്രായവും അതുപോലെ ഇൻട്രസ്റ്റും നമ്മൾ മനസ്സിൽ വെച്ച് വേണം ചെയ്യാൻ. അതായത് ബേബീസിനാണെങ്കിൽ മിക്കവാറും ബോർഡ് ബുക്സ്, പപ്പറ്റ് ബുക്സ്, ക്ലോത്ത് ബുക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും സ്യൂട്ടാവുന്നത്. കുറച്ചുകൂടി വലുതാകുമ്പോൾ പിക്ചർ ബുക്സ്, പിന്നെ ചാപ്റ്റർ ബുക്സ് അങ്ങനെയൊക്കെ. അതുമാത്രമല്ല, ചില കുട്ടികൾക്ക് കാർസ്, ട്രക്സ്, ചിലർക്കാണെങ്കിൽ ഡൈനോസേഴ്സ്, പിന്നെ ചിലർക്കാണെങ്കിൽ പ്രിൻസസ്, യൂണിക്കോൺസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ബുക്ക് സെലക്ട് ചെയ്താൽ കുട്ടികൾക്ക് ബുക്സ് ഇഷ്ടമാകാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ടിപ്പ് നമ്പർ 6, ഗിവ് യുവർ കിഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു സെലക്ട് ദെയർ ഫേവറേറ്റ് ബുക്സ്. അതായത് കുട്ടികൾക്ക് അവരുടെ ഫേവറേറ്റ് ബുക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ ലൈബ്രറിയിലോ ബുക്ക് ഷോപ്പിലോ അല്ലെങ്കിൽ ബുക്ക് ഫെയറിനോ എവിടെ പോയാലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുക്സ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുവഴി അവർക്ക് ഇഷ്ടമുള്ള ഏരിയ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവർ തന്നെ സെലക്ട് ചെയ്യുന്ന ബുക്സ് ആയതുകൊണ്ട് തന്നെ അവർക്കത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ടിപ്പ് നമ്പർ 7, റീഡ് ടു യുവർ കിഡ്സ് ഈവൻ വെൻ ദേ സ്റ്റാർട്ടഡ് ടു റീഡ് ബൈ ദംസെൽവ്സ്. കുട്ടികൾ ഒരു 6 വയസ്സിന് മേലേക്ക് ആകുമ്പോൾ ബുക്സ് ഒക്കെ തന്നെ വായിച്ചു തുടങ്ങും. അപ്പോൾ പാരൻസ് മിക്കവാറും അവർക്ക് വായിച്ചു കൊടുക്കുന്നത് ഒഴിവാക്കി എന്ന് വരാം. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് മറ്റുള്ളവർ, അതായത് പാരൻസോ ടീച്ചേഴ്സോ ആരെങ്കിലുമൊക്കെ വായിച്ച് കേൾക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായി വായിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് ഡെയിലി കുറച്ച് നേരം പാരൻസ് അവർക്ക് വായിച്ചു കൊടുക്കാനായിട്ട് സമയം കണ്ടെത്തുക. ടിപ്പ് നമ്പർ 8, ക്രിയേറ്റ് എ ബെഡ് ടൈം റീഡിംഗ് ഹാബിറ്റ്. കുട്ടികൾക്ക് ബെഡ് ടൈം റീഡിംഗ് ഹാബിറ്റ് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. ഉറങ്ങാൻ പോകുന്നതിന് കുറേ മുന്നേ തന്നെ സ്ക്രീനൊക്കെ ഒഴിവാക്കി കുറച്ച് റൂട്ടീൻസ് ശീലിപ്പിക്കുക.
അതായത് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടിയിരുന്ന് എന്തെങ്കിലും വിശേഷങ്ങൾ പറയുക. അത് കഴിഞ്ഞ് ഷവർ, ബ്രഷിങ് അതുപോലുള്ള സെൽഫ് കെയർ പണികളൊക്കെ തീർക്കുക. അത് കഴിഞ്ഞ് ബെഡ് ടൈം റീഡിംഗ് ഹാബിറ്റ് ശീലിപ്പിക്കുക. അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് അച്ഛനോ അമ്മയോ കൂടെ ഇരുന്ന് കുറച്ച് ബുക്സ് വായിച്ചു കൊടുക്കുക. അതുവഴിയും കുട്ടികൾക്ക് ബുക്സ് ഇഷ്ടമാകും. പിന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി കളിയൊക്കെ നിർത്തിയിട്ട് ഉറങ്ങാൻ സമയമായി എന്നൊരു സിഗ്നൽ കൂടി അവർക്ക് കിട്ടും. ടിപ്പ് നമ്പർ 9, സെറ്റ് റീഡിംഗ് ചലഞ്ചസ് ആൻഡ് മെയിൻറ്റെയിൻ എ റീഡിംഗ് ലോഗ്. കുട്ടികൾ കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് പറ്റുന്ന പോലത്തെ റീഡിംഗ് ചലഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ മാസം ഒരു 10 ബുക്ക് അല്ലെങ്കിൽ 20 ബുക്ക് എന്നൊക്കെ സെലക്ട് ചെയ്യുക. ഈ കൗണ്ട് സെലക്ട് ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അങ്ങനെ അവർക്ക് പറ്റുന്ന പോലത്തെ ചലഞ്ചസ് ഒക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനും നമ്മൾ പാരൻസ് അവരെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു റീഡിംഗ് ലോഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുട്ടികളെ ശീലിപ്പിക്കുക. എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് പാരൻസ് ആദ്യം ഒന്ന് എഴുതി കൊടുക്കുക. ഇനി എഴുതി പഠിച്ച കുട്ടികളാണെങ്കിൽ അവർക്കൊരു ചെറിയ ബുക്ക് വാങ്ങിച്ചു കൊടുത്ത് അതിലെല്ലാ ദിവസവും വായിക്കുന്ന ബുക്കിൻ്റെ പേര് ലോഗ് ചെയ്യിപ്പിക്കുക. ഇത് ഫ്യൂച്ചറിൽ കുട്ടികൾക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു നല്ല ഹാബിറ്റാണ്. ടിപ്പ് നമ്പർ 10, ബി എ ഗുഡ് റോൾ മോഡൽ ഫോർ യുവർ കിഡ് ഇൻ റീഡിംഗ്. കുട്ടികൾ എപ്പോഴും അവരുടെ റോൾ മോഡൽ ആക്കുന്നത് അവരുടെ പാരൻസിനെയാണ്. അപ്പോൾ വായനാശീലത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ അവർക്ക് ഒരു നല്ലൊരു റോൾ മോഡൽ ആവാൻ ശ്രമിക്കുക. നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് റീഡിംഗ് ഹാബിറ്റ് ഇല്ല എന്ന് പറയുന്നത് തീരെ ശരിയല്ല. അപ്പോൾ ഒട്ടും വൈകിക്കാതെ, നിങ്ങൾ ബുക്ക് വായിക്കാത്ത ആളാണെങ്കിൽ ഉടനെ തന്നെ ബുക്സൊക്കെ എടുത്ത് വായിക്കുക. നിങ്ങൾ വായിക്കുന്നത് കണ്ട് കുട്ടികൾ നിങ്ങൾ പറയാതെ തന്നെ ഓരോ ബുക്കും എടുത്ത് വായിച്ചു തുടങ്ങും. ടിപ്പ് നമ്പർ 11, ഹാവ് എ ഫാമിലി ബുക്ക് ഡിസ്കഷൻ ടൈം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫാമിലി ബുക്ക് ഡിസ്കഷൻ ടൈം കണ്ടെത്തുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ വായിച്ച ബുക്കുകളെ കുറിച്ചിട്ട് കുട്ടികളുടെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ഇൻഡെപ്തിൽ ബുക്സിനെ കുറിച്ച് കുട്ടികളുടെ കൂടെ പറയണം എന്നല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ബുക്സിനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന കാര്യമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കുട്ടികൾ വായിക്കുന്നതോ വായിച്ച ബുക്കുകളെ കുറിച്ചിട്ടോ ഡിസ്കസ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക. ചിലപ്പോൾ അവരൊക്കെ ഒരു സെൻറ്റൻസിൽ പറഞ്ഞ് നിർത്തും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചോദ്യങ്ങൾ ചോദിച്ച്, അതായത് ഇല്ലസ്ട്രേഷൻ എങ്ങനെയുണ്ട്, സ്റ്റോറി ലൈൻ ഇഷ്ടമായോ, ഏത് ക്യാരക്ടറിനെയാണ് ഏറ്റവും ഇഷ്ടമായത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതൊരു വണ്ടർഫുൾ ഡിസ്കഷൻ ടൈം ആക്കാം. ടിപ്പ് നമ്പർ 12, ഗിവ് ബുക്സ് ആസ് ഗിഫ്റ്റ്സ്. കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന വിലപ്പെട്ട ഒരു ഗിഫ്റ്റാണ് ബുക്സ്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ, ഫോർ എക്സാമ്പിൾ ബർത്ത്ഡേസിനൊക്കെ കുട്ടികൾക്ക് ബുക്സ് ഗിഫ്റ്റായി കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും പറ്റുന്ന സമയങ്ങളിലൊക്കെ ബുക്സ് തന്നെ ഗിഫ്റ്റായി കൊടുക്കുക. അതുവഴി കുട്ടികൾക്ക് ബുക്ക് ആക്സസിബിലിറ്റിയും കൂടും, ഒപ്പം നല്ല മെമ്മറീസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാൻ ഞാൻ നൽകുന്ന 12 ടിപ്സ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ അതും കമൻസിൽ അറിയിക്കും. വീഡിയോ കാണുന്ന മറ്റുള്ളവർക്ക് അത് ഇൻസ്പയറിംഗ് ആയിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികളെ ബുക്സിൻ്റെ അത്ഭുത ലോകത്തേക്ക് ചൂടെടുത്ത് വയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കാം. സോ കീപ്പ് ഓൺ റീഡിങ്. ബൈ.